2024 മാർച്ച് 3. ഇന്നെനിക്ക് 39 വയസ്സ് തികയാണ്. സാധാരണ അങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാറില്ല. പക്ഷേ ഇത്തവണ ഒരു ഫുൾ മാരത്തൺ ഡിസ്റ്റൻസ്, അതായത് 42 കിലോമീറ്റർ ഓടിക്കൊണ്ട് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള പരിപാടിയാണ്. ആലപ്പുഴ ടൗണും കുട്ടനാടിൻ്റെ കുറച്ച് പോർഷനോടെ ചേർന്നിട്ടാണ് ഈ ഡിസ്റ്റൻസ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുവരെ ഞാൻ മാക്സിമം 25 കിലോമീറ്റർ ചെയ്തിരിക്കുന്നത്. സോ അതിനുശേഷം എന്താണ് സംഭവിക്കാമെന്നൊരു ഐഡിയ ഇല്ല. ഹൈഡ്രേഷൻ, സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് എന്നെ സഹായിക്കാൻ എൻ്റെ ബ്രദർ അരുണും ഫ്രണ്ട് അഭിലാഷും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അവർ വന്നിട്ട് രാവിലെ ഒരു 5:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി എനിക്ക് ബർത്ത്ഡേ വിഷസ് തരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നതിന് പകരം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ചാരിറ്റി ഓർഗനൈസേഷന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുക. ഇനി അങ്ങനെ ഏതെങ്കിലും ഓർഗനൈസേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ കേരള സർക്കാരിൻ്റെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷനുണ്ട്. അവരുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഫുൾ മാരത്തൺ. All the Australia. ഡിസ്പ്ലേ ഓഫ് നല്ല ഇതല്ല, റെഡ് ലൈറ്റ് വരുന്നല്ലോ. താങ്ക്സ്. ഇനി ഇല്ലായിരുന്നെങ്കിൽ വളരെ ബുദ്ധിമുട്ടി പോയി. തകത്തളിയാ തകത്ത്. താങ്ക് യു. അത് പറഞ്ഞ ടൈമിങ്, കൃത്യമായിട്ടുള്ള ടൈമിങ്, അത്
കാലിലെ ആയുധം മാറിയ അത് മറ്റു മെന്റൽ സാധനം തോന്നുന്നു. ഇല്ല, ഭയങ്കരമായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു കാര്യം. പിന്നെ ഇപ്പൊ വിചാരിക്കും ഒരു കുഴപ്പമില്ല ഇപ്പൊ തോന്നുന്നില്ല. പിന്നെ എനിക്ക് വന്നിട്ട് ഇതായിരിക്കും ഫുഡിന്റെ പ്രശ്നം. കഴിച്ചു കഴിഞ്ഞപ്പോ അത് അങ്ങനെ വലിയ കാര്യമായിട്ടുണ്ടാകും. സോ മാരത്തൺ ഓടിത്തെടുത്തു 43.2 കിലോമീറ്റർ. രാവിലെ 5:39 തുടങ്ങി 10:05 ഈ ഡിസ്റ്റൻസ് കവർ ചെയ്തു. അതിൽ ഫുൾ മാരത്തൺ ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് 4 മണിക്കൂർ 17 മിനിറ്റ് എടുത്തു. സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ ടഫായിരുന്നു. ഒരു ഹാഫ് മാരത്തൺ ഡിസ്റ്റൻസ് വരെയൊക്കെ വളരെ ഈസി ആയിട്ട് പോയി. പക്ഷേ അത് കഴിഞ്ഞ് പയ്യെ സ്പീഡ് കുറയാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ഞാൻ ഇത് 4 മണിക്കൂർ തീർക്കാനായിട്ട് ചെറിയൊരു ശ്രമം നടത്തി. അപ്പോൾ വീണ്ടും പെട്ടെന്ന് ടയർഡായി. അതിൽ 33 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്ലോ ആയി. നമ്മൾ ചിന്തിക്കുന്നതൊക്കെ മാറാൻ തുടങ്ങി. ഞാൻ എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് ചിന്ത വരാൻ തുടങ്ങി. സ്ലോ ചെയ്തു, നിന്നു, സ്നാക്സ് എടുത്തു, വെള്ളം കുടിച്ചു. വെള്ളം മേത്തൂറൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നോർമലായി. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടേതായിട്ടുള്ള പേസിൽ ചെയ്ത് തീർക്കുക, അതാണ് മെയിൻ കാര്യം. സോ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഈ സമയത്ത് കവർ ചെയ്തു. അത് തുടങ്ങിയപ്പോൾ മുതൽ അനിയനായിട്ടും ഫ്രണ്ട് അഭിലാഷും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതിൽ അഭിലാഷ് എൻ്റെ കൂടെ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ കൈ കാണിച്ചു കഴിഞ്ഞാൽ വെള്ളമോ എനിക്ക് ആവശ്യമുള്ള എന്ത് സാധനം കൊണ്ടുതരുന്ന രീതിയിൽ ഫുൾ സമയം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിത് ഫിനിഷ് ചെയ്ത് വീട്ടിൽ വന്ന് ഒരു 10-15 മിനിറ്റ് എൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ആൾ പോയത്. അവൻ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിത് ഈ സമയത്ത് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്. സോ അത്രയുമാണ് നമ്മുടെ മാരത്തൺ വിശേഷം. ഇതുവരെ ഓടി തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ സിനിമ, ബുക്സ്, എക്സൽ അതുപോലെ ഒന്നാണ് ഓട്ടം. അതിനൊരു കാര്യം, ഇത് നമുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആരുടെ സഹായം ആവശ്യമില്ല. എവിടെ വേണേലും ചെയ്യാവുന്നതാണ്, ഏത് സമയത്ത് വേണേലും ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ പുതിയൊരു സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പുതിയൊരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ രാവിലെ ഓടാൻ പോകും. ചിലപ്പോൾ രാത്രി ആയിരിക്കും പോകും. ഒന്ന്, നമുക്ക് ആ സിറ്റിയെക്കുറിച്ചൊരു അവയർനെസ് കിട്ടും. 2, ഓടുന്ന ആൾക്കാർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് മുമ്പ് പരിചയമില്ലെങ്കിൽ പോലും ഒരു കണക്ഷൻ ഉണ്ട് അവിടെ. ചിലപ്പോൾ ഒന്ന് ചിരിച്ച് കാണിച്ച് അല്ലെങ്കിൽ ഒന്ന് കൈ കാണിച്ച് ഒന്ന് സംസാരിച്ചപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഓടി വീർത്ത് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു ഡോപ്പമിൻ റഷ് എന്നൊക്കെ പറയുന്നൊരു സാധനം. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. ഇത് ചെയ്യാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ ഈ വെയിലത്ത് കിടന്ന് ഇവരെന്താണ് കാണിക്കുന്നതെന്ന് തോന്നാം. പക്ഷെ അതിൻ്റെതായിട്ടൊരു സന്തോഷമുണ്ട്. അത് കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. സോ ഇതുവരെ റണ്ണിങ് ട്രൈ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങി നോക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. എനിക്ക് ബർത്ത്ഡേ വിഷസ് അയക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിന് പകരം നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ചാരിറ്റി ഓർഗനൈസേഷന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യാം. ബൈ.